ഇന്ന് നമുക്ക് ആനന്ദ് ശ്രീബാല എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരിക്കൽ പുഴക്കരയിൽ നിന്നും കോളേജ് വിദ്യാർത്ഥിനിയുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടും. കാമുകനുമായിട്ടുള്ള വഴക്ക് കാരണം ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് കേസും ക്ലോസ് ചെയ്തു. എന്നാൽ ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യപ്പെട്ടു. ഒടുവിൽ ചുരുളഴിയുന്നത് ആരെയും ഞെട്ടിക്കുന്ന ചില സത്യങ്ങളും. അതെന്തെന്നൊക്കെ അറിയണ്ടേ? വീഡിയോ കാണുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രാത്രി സമയം ഒരു അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കാരണം എന്തെന്നാൽ അവരുടെ മകളായ മെറിനെ കാണാനില്ല. അവരോടൊപ്പം മെറിന്റെ കോളേജ് ഹോസ്റ്റലിലെ വാർഡനും ഉണ്ടായിരുന്നു. തന്റെ മകളെ കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. അതേസമയം തന്നെ പോലീസ് ഇൻസ്പെക്ടറായ ബെന്നി എത്രയും വേഗം മകളെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ അവിടെ നിന്ന് പറഞ്ഞുവിടും. എന്നിട്ട് ബെന്നി നേരെ കൺട്രോൾ റൂമിലും ബാക്കിയുള്ള പോലീസുകാരെ എല്ലാവരെയും വിവരം അറിയിച്ചു. പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അവളുടെ ഫോട്ടോയും എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കും. അടുത്ത ദിവസം ഉറങ്ങുകയായിരുന്ന ബെന്നിക്ക് ഒരു കോൾ വരും. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു വലിയ പുഴയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കുവാനായിട്ട് ബെന്നിയും പോവുകയാണ്. പെൺകുട്ടിയുടെ ബോഡിയൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. എന്നാൽ അവിടെ മെറിന്റെ അച്ഛനായ ജോയിയും ജോയിയുടെ ഭാര്യയും ഉണ്ടായിരുന്നു. പേടിക്കുവാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാണ് ബെന്നി അവരെ കൂട്ടിക്കൊണ്ടു പോയതും. അവിടെ ചെന്ന് ഡെഡ് ബോഡി കണ്ടതും ജോയിക്കും ഭാര്യയ്ക്കും താങ്ങാനായില്ല. അത് മെറിന്റെ ഡെഡ് ബോഡിയായിരുന്നു. കേസ് അന്വേഷിക്കുന്ന ബെന്നി അവസാനം ഒരു കൺക്ലൂഷനിലെത്തും. എന്തെന്നാൽ ഈ മെറിനൊരു കാമുകനുണ്ട്. കാമുകനുമായിട്ട് എന്നും പ്രശ്നമായിരുന്നു. അവസാനം ഇവർ തമ്മിൽ വഴക്കായപ്പോൾ ആ ഒരു വേദന താങ്ങാനാകാതെയാണ് മെറിൻ ആത്മഹത്യ ചെയ്തതെന്നും ബെന്നി കണ്ടെത്തുകയാണ്. എന്നിട്ട് മെറിന്റെ കാമുകനായ റോണിയെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ റോണി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മറ്റൊരു വശത്ത് കാണിക്കുന്നത് നായികയായ ശ്രീബാലയാണ്. ശ്രീബാല ഒരു ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ചാനലിലെ റിപ്പോർട്ടറാണ്. എന്നത്തെയും പോലെ ഓഫീസിലെത്തിയ ശ്രീബാലയോട് ഹെഡ് ചോദിക്കും, ഇന്നത്തെ ക്രൈം സീനിൽ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യും? ശ്രീബാല പറയും, 6 മാസം മുമ്പ് നടന്ന കൊച്ചിയിലെ ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണമുണ്ടല്ലോ, മെറിൻ ജോയ്. ആ പെൺകുട്ടി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തെന്നല്ലേ പറയുന്നത്, കാമുകനുമായിട്ടുള്ള പ്രശ്നത്തിൽ. എന്നാൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കോടതി കയറി ഇറങ്ങുകയാണ്. എന്തെന്നാൽ അവരുടെ മകൾ ആത്മഹത്യ ചെയ്തതല്ല, ആരോ കൊന്നതാണ്. അതുകൊണ്ട് CBI കേസ് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു കേസ് കുറച്ച് ഫേമസ് ആണല്ലോ. നമ്മൾ ഈ ഒരു കേസ് ഏറ്റെടുത്ത് നമ്മുടെ ക്രൈം സീനിൽ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഒരുപാട് ജനങ്ങൾ ഇതെന്താണെന്ന് അറിയുവാനായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ നമ്മളുടെ ചാനലിന്റെ TRPയും കൂടുമെന്നും ശ്രീബാല പറയുന്നു. അങ്ങനെ അവർ ആ ഒരു കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. അതിനുശേഷം നായകനായ ആനന്ദ് ശ്രീബാലയെ കാണിക്കും. ആനന്ദിന്റെ പേരിനൊപ്പമുള്ള ഈ ശ്രീബാല ആരെന്നാൽ ആനന്ദിന്റെ അമ്മ തന്നെയാണ്. ആനന്ദിന്റെ അമ്മ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരണപ്പെട്ടു. അന്നു മുതൽ ഒറ്റയ്ക്ക് വളരുന്ന ആനന്ദിന് എപ്പോഴും തന്റെ അമ്മ കൂടെയുണ്ട് എന്നൊരു തോന്നലുണ്ട്. ആനന്ദിന് എന്ത് പ്രശ്നം വന്നാലും അവൻ എപ്പോഴൊക്കെ ഒറ്റയ്ക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാലും അവന്റെ അമ്മയെ അവന് കാണുവാനായും പറ്റും. 15 വർഷമായിട്ട് അമ്മ തന്നോടൊപ്പം ഉണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് ആനന്ദ് ജീവിക്കുന്നത് തന്നെ. പക്ഷേ മറ്റുള്ളവർ കരുതുന്നത് അവന് വട്ടാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് അവസരങ്ങളും ജോലിക്കുള്ള സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ആനന്ദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ അമ്മയെ പോലെ തന്നെ ഒരു സത്യസന്ധനായ പോലീസുകാരനാകണമെന്നാണ്. അതിനായിട്ട് അവൻ ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട്. ഈ ആനന്ദിന് കേസൊക്കെ തെളിയിക്കുന്നതിൽ നല്ല ബുദ്ധിയാണ്. അവനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഐസക് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറാണ്. ഐസക്കിന് കേസിന്റെ കാര്യത്തിൽ എന്ത് സംശയം വന്നാലും ആനന്ദിനെയാണ് വിളിക്കുന്നത്. ആനന്ദ് ആ കേസൊക്കെ പഠിച്ച് അതിലെന്തെങ്കിലും തെളിവൊക്കെ ഉണ്ടെങ്കിൽ അവനത് കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ ആനന്ദിന്റെ സഹായത്തോടു കൂടി ഐസക് തെളിയിച്ചിട്ടുമുണ്ട്. ഈ ആനന്ദും നമ്മുടെ നായികയായ ശ്രീബാലയും തമ്മിൽ പ്രണയത്തിലാണ്. ആനന്ദ് എന്താണ് ശ്രീബാലയെ പ്രണയിക്കാനുള്ള കാരണം എന്നാൽ അവന്റെ അമ്മയുടെ പേര് തന്നെയാണ് നായികയ്ക്കുമുള്ളത്. ആ ഒരു കാരണത്തിലാണ് അവളെ പ്രണയിക്കുന്നതും. പക്ഷെ ശ്രീബാലയ്ക്ക് ആനന്ദ് എന്ന് വെച്ചാൽ ജീവനാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും ശ്രീബാലയ്ക്ക് അറിയാം. അവന്റെ അമ്മയെ കാണാനായിട്ട് അവന് പറ്റുമെന്നും ആ ഒരു കാര്യങ്ങളെല്ലാം അവൾക്കറിയാം. മറ്റുള്ളവർ അവനെ എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ശ്രീബാല അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. അവന്റെ അമ്മ അവനെ എങ്ങനെ നോക്കുന്നോ അത്രയും കെയർ ചെയ്താണ് ശ്രീബാല അവനെ നോക്കുന്നതും. അങ്ങനെ ശ്രീബാല മെറിൻജോയുടെ കേസ് അന്വേഷിക്കുകയാണല്ലോ. അതിനവൾ ആനന്ദിന്റെ സഹായം തേടും. ആനന്ദും അവളെ സഹായിക്കുവാനായി തീരുമാനിച്ചു. ആനന്ദും ശ്രീബാലയും നേരെ എത്തിയത് ജോയിയുടെ വീട്ടിലേക്കായിരുന്നു. എന്നിട്ട് മെറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കും.
അവസാനമായി മെറിനോട് എപ്പോഴാണ് സംസാരിച്ചതെന്ന് ശ്രീബാല ചോദിക്കുമ്പോൾ അമ്മ പറയും, കാണാതാകുന്നതിന്റെ അന്നാണ് അവസാനമായി ഞാൻ അവളോട് സംസാരിച്ചത്. അവളന്ന് ഒരുപാട് ഹാപ്പിയായിരുന്നു. ഡിസ്റ്റിങ്ഷനോട് കൂടി ഞാൻ പാസ്സായി എന്നാണ് അവൾ എന്നെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ എനിക്ക് നാട്ടിലേക്ക് ഇത്തവണ വരാനായി പറ്റത്തില്ല. തിങ്കളാഴ്ച ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങോട്ട് വരണം. എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു എന്ന് പറഞ്ഞാണ് അവൾ കോള് കട്ട് ചെയ്തതെന്നും അമ്മ പറയും. ഇത്രയും സന്തോഷത്തോടു കൂടി വിളിച്ചൊരു കുട്ടി എങ്ങനെയാ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അമ്മ വളരെ ഇമോഷണലായി കരയും. അത് കേൾക്കുന്നതും ആനന്ദിനും ശ്രീബാലയ്ക്കും വല്ലാത്ത സങ്കടമാകുന്നു. എന്നാൽ അതേ സമയം തന്നെ ആനന്ദ് മെറിന്റെ റൂം ആകെ പരിശോധിക്കും. മെറിന്റെ റൂം പരിശോധിച്ച ആനന്ദിന് മെറിൻ ഒരു ആസ്മ പേഷ്യന്റ് ആണെന്ന് മനസ്സിലായി. പുറത്തേക്ക് വന്ന ആനന്ദ് മെറിന്റെ അച്ഛനോടും അമ്മയോടും മെറിൻ ആസ്മ പേഷ്യന്റ് ആയിരുന്നു, അവൾക്ക് നീന്തൽ അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 8ാം ക്ലാസ് മുതൽ മെറിൻ ഇൻഹേലർ യൂസ് ചെയ്യും. അവളൊരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു. മെറിന് വെള്ളം എന്നാൽ പേടിയാണ്, അതുകൊണ്ട് അവൾക്ക് നീന്തൽ അറിയില്ലെന്നും അവർ പറയും. അത് കേട്ട ആനന്ദ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും FIRന്റെ കോപ്പിയും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവരതെടുത്ത് ആനന്ദിന് കൊടുക്കുകയും ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും FIRന്റെ കോപ്പിയും വായിച്ചു നോക്കിയ ആനന്ദ് പറയും, യഥാർത്ഥത്തിൽ മെറിൻ മരിച്ചത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണെന്ന് പറയും. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. നമുക്ക് 2 രീതിയിൽ കണ്ടെത്താം, ഒന്ന് എവിഡൻഷ്യലി, 2 സൈക്കോളജിക്കലി. മെറിൻ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിട്ട് 12 മണിക്കൂറിന് ശേഷമാണ് കൊച്ചി കായലിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടിയതെന്നല്ലേ പോലീസ് പറഞ്ഞത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 12 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന ബോഡിക്കുണ്ടാകുന്ന ഒരു മാറ്റങ്ങളും മെറിന്റെ ബോഡിയിലില്ലായിരുന്നു. കൂടാതെ ഇടപ്പള്ളി ചർച്ചിൽ നിന്നും ബസ് കയറി 2 പാലം കടന്ന് അപ്പുറം വന്നിട്ട് ഉള്ളതിൽ ഏറ്റവും വലിയ പാലത്തിന് മുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതെല്ലാം കൊണ്ട് ഇതൊരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും ആനന്ദ് പറയും. അതേ സമയമായിരുന്നു ആനന്ദ് എഴുതിയ എക്സാമിന് അവൻ പാസ്സായതും. ആനന്ദിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇരിക്കെ ആനന്ദും ശ്രീബാലയും മെറിന്റെ കാമുകനായ റോണിയെ കാണുവാനായും പോകും. റോണി ഇപ്പോൾ ജാമ്യത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. റോണിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തും റോണി ഒന്നും വിട്ടു പറയത്തുമില്ല. മാത്രമല്ല അവന് വീഡിയോയ്ക്ക് മുന്നിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ശ്രീബാല താൻ ആനന്ദിന്റെ സഹായത്തോടു കൂടി ഇത്രയും നാൾ കണ്ടെത്തിയതെല്ലാം ടെലികാസ്റ്റ് ചെയ്യുവാനായും തീരുമാനിച്ചു. മെറിന്റെ ഫ്രണ്ട്സും ഫാമിലിയോടുമെല്ലാം മെറിനെ പറ്റി ചോദിക്കുന്നതെല്ലാം വീഡിയോ ആയിട്ട് ഷൂട്ടും ചെയ്തു. പോലീസ് കൊലപാതകത്തെ ആത്മഹത്യയാക്കുകയാണോ, മെറിനും കുടുംബത്തിനും നീതി വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ ശ്രീബാല ന്യൂസ് ചാനലിലൂടെ പറയും. അങ്ങനെ അത് ആകെ വിഷയമായി. എല്ലാവരും മെറിന്റെ കേസ് ഏറ്റെടുക്കുവാനായും തുടങ്ങി. ആനന്ദ് ന്യൂസ് ചാനലിൽ സംസാരിക്കും. കേരള പോലീസിനെ പറ്റിയാണ് പറയുന്നത്. കേരള പോലീസിന് മെറിന് നീതി വാങ്ങി കൊടുക്കാനായിട്ട് കഴിയണം എന്നൊക്കെ അവൻ പറയും. അവൻ സംസാരിക്കുന്നതെല്ലാം DYSP ആയിട്ടുള്ള ശങ്കർ മൊബൈൽ വഴി കാണുന്നുണ്ടായിരുന്നു. ശങ്കർ നേരെ ചെന്നത് കമ്മീഷണറിന്റെ അടുത്തേക്കായിരുന്നു. കോടതിയിൽ നിന്നും മെറിന്റെ കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയും ഈ ഒരു കേസ് കണ്ടെത്തണം. മീഡിയയെ പേടിച്ചല്ല, കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ കേസ് തെളിയിക്കണമെന്നും ശങ്കറിനോട് പറയും. മെറിന്റെ കേസ് റീഓപ്പൺ ചെയ്യുവാനായിട്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാനായിട്ടും ശങ്കറിനെയാണ് ഏർപ്പാടാക്കിയതും. ശങ്കർ അങ്ങനെ ആ ഒരു കേസ് റീഓപ്പൺ ചെയ്യുകയാണ്. അടുത്ത ദിവസം തന്നെ ശങ്കർ നേരെ എത്തിയത് പോലീസ് സർജനെ കാണുവാനായിട്ടായിരുന്നു. അവിടെ പോലീസ് ടെസ്റ്റ് പാസ്സായവരുടെ എല്ലാം മെഡിക്കൽ നടക്കുന്ന സമയവുമായിരുന്നു. അതിൽ പങ്കെടുക്കുവാനായിട്ട് ആനന്ദുമുണ്ട്. ആനന്ദിനെ കണ്ടതും ശങ്കർ ആനന്ദിനടുത്തേക്ക് വന്നിട്ട്, നീ ന്യൂസ് ചാനൽ വന്ന് പറഞ്ഞ നിന്റെ കണ്ടെത്തലുകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാവരും മുൻപേ കണ്ടെത്തിയ കാര്യങ്ങളാ. അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയുടേത് ഒരു ആത്മഹത്യ എന്ന് എല്ലാവരും തെളിയിച്ചത്. പിന്നെ അതിൽ വേറെ സംശയിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ ശങ്കർ പറയും. എന്നിട്ട് ആനന്ദിനോട് ചോദിക്കും, നിന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ പേര് കേട്ടതും ആനന്ദ് വല്ലാതെ വിയർക്കുവാനായും തുടങ്ങി. ആരമ്മയെ പറ്റി ചോദിച്ചാലും ആനന്ദ് വല്ലാതെ ടെൻഷനാകും. എന്റെ അച്ഛൻ മരണപ്പെട്ടു അമ്മ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് വല്ലാതെ ടെൻഷനാകും. ആനന്ദിനോട് എപ്പോഴൊക്കെ ആരെങ്കിലും അമ്മയെ പറ്റി ചോദിച്ചാൽ അവൻ അപ്പോഴെല്ലാം കിളി പോകുന്ന അവസ്ഥയാണ്. അവൻ എപ്പോൾ ടെൻഷനായി നിൽക്കുന്നോ അപ്പോഴെല്ലാം അവന്റെ അമ്മ അവൻ അടുത്ത് വരും. പക്ഷേ ആനന്ദിന് മാത്രമല്ലേ അമ്മയെ കാണുവാനായി പറ്റുന്നുള്ളൂ. ആനന്ദിന്റെ അടുത്ത് അമ്മ വരുന്ന സമയത്ത് ആനന്ദ് അമ്മയോട് സംസാരിക്കും. അതെല്ലാം ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിൽ അവൻ അങ്ങനെ ഫെയിലായി. കാരണം എന്തെന്നാൽ അവൻ എന്തോ മാനസിക പ്രശ്നമുണ്ടെന്നായിരുന്നു അവരെല്ലാവരും കരുതിയത്. അവന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അതോടുകൂടി അവസാനിച്ചു. ആനന്ദിന് എപ്പോഴും കൂട്ടായി നിൽക്കുന്ന പോലീസ് ഓഫീസറായ ഐസക് ശങ്കറിനടുത്ത് വന്നിട്ട്, ആനന്ദിന് 12 വയസ്സുള്ളപ്പോഴാണ് അവന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അമ്മ മരണപ്പെടുന്നത്. അന്നു മുതൽ അവന് ആ ഒരു ഷോക്ക് മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾ ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലുള്ള ഒരു പ്രശ്നങ്ങളും അവനില്ല. അവൻ അവന്റെ അമ്മയെ കാണുവാനായിട്ട് പറ്റും, അല്ലാതെ അവന് വേറൊരു പ്രശ്നവുമില്ല. അവൻ എന്ത് ടെൻഷൻ വന്നാലും അവന്റെ അമ്മ അവനോടൊപ്പമുണ്ട് എന്നുള്ള തോന്നൽ അവനുണ്ട്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അവന്റെ സ്വപ്നങ്ങൾ തകർക്കരുത് എന്ന് ശങ്കറിനോട് പറയുന്ന സമയത്തും ശങ്കർ പറയുന്നത്, എനിക്ക്
എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് ഇവിടുത്തെ റൂൾസ് അനുസരിച്ചേ പ്രവർത്തിക്കാനായി പറ്റുമെന്ന് പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് പുറത്തേക്ക് വരും. അതേസമയം തന്നെ സങ്കടപ്പെട്ട് പുറത്ത് ആനന്ദ് ഉണ്ടായിരുന്നു. ആനന്ദിനടുത്തേക്ക് വന്ന ശങ്കർ പറയും, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവന്റെ ഫോൺ വാങ്ങിയിട്ട് ശങ്കർ തന്റെ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കും. നിനക്ക് വല്ല സൈക്യാട്രിസ്റ്റ് ഡോക്ടറിന്റെ ആവശ്യം വല്ലതുമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അത് ആനന്ദിന് താങ്ങാനായി പറ്റിയില്ല. വീട്ടിലെത്തിയ ആനന്ദ് ഒരുപാട് കരയും. ആനന്ദിനടുത്തെത്തുന്ന അമ്മ പറയും, മോനെ, ഞാൻ നിന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണോ നീ ഇത്രയും പേടിക്കുന്നതും ടെൻഷനാകുന്നതും? ഞാൻ നിന്റെ അടുത്ത് നിന്ന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പറയും, അമ്മ പോകരുതമ്മ, എന്നെ വിട്ടു പോകരുത്, എനിക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതേസമയം തന്നെ അമ്മ അവനോട് പറയും, നീ ഇങ്ങനെ ആയാൽ പറ്റില്ല, നീ എല്ലാവർക്കും മുന്നിലും ജയിച്ചു കാണിക്കണം. നിന്നെ ഒഴിവാക്കിയവരോടും അവഗണിച്ചവരോടും മുന്നിൽ നീ തല ഉയർത്തി നിൽക്കണമെന്നും അമ്മ അവനെ സമാധാനിപ്പിക്കും. അപ്പോഴും ആനന്ദ് കരയുകയാണ് ചെയ്യുന്നതും. അമ്മയുടെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ആനന്ദിന് ഊർജം പകർന്നു. ആനന്ദ് ഉടനെ തന്നെ കുറച്ചൊന്ന് ചിന്തിച്ചതിന് ശേഷം ശങ്കറിനെ ഫോൺ വിളിക്കും. എന്നിട്ട് ശങ്കറിനോട് പറയും, നിങ്ങൾ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും. എന്നിട്ട് ഞാനൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതിൽ മെറിൻ എങ്ങനെയാണ് മരിച്ചതെന്നും അവളുടേത് കൊലപാതകമാണെന്നും അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം എല്ലാം ഉണ്ടാകും. ആനന്ദ് ശ്രീബാലയാണോ അതോ കേരള പോലീസാണോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ കോൾ കട്ട് ചെയ്യുന്നതും. ഒരു സൈഡിൽ ആനന്ദ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ ശങ്കറും കേസ് അന്വേഷിക്കുകയാണ്. ആനന്ദും ശ്രീബാലയും ഐസക്കും ചേർന്ന് മെറിനെ കാണാതായ ദിവസം അവൾ പോയി എന്ന് പറയുന്ന പള്ളിക്കടുത്ത് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യും. അപ്പോൾ പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ മെറിൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് 5 മിനിറ്റിന് ശേഷമാണ് തിരികെ വരുന്നതും. വരുന്ന സമയത്ത് അവൾ ബാഗൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടാണ് നടന്നു വരുന്നതെന്നും അവർ കാണും. ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള കടകളെല്ലാം അവർ അന്വേഷിക്കും. മെറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എല്ലാവരോടും ഈ ഒരു പെൺകുട്ടിയെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നായിരുന്നു അവരെല്ലാവരും പറഞ്ഞത്. എന്നാൽ ഒടുവിൽ ഫോട്ടോസും പ്രതിമകളും ഒക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് അവരെത്തും. അവിടെ ഒരു സ്ത്രീയാണ് നിന്നിരുന്നത്. മെറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം മെറിൻ, അവൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നാണ് വീട്ടിലേക്കുള്ള എല്ലാ ഫോട്ടോസും പ്രതിമകളും ഒക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നത്. അവസാനമായിട്ട് വന്നിട്ട് അവൾ പറഞ്ഞത് ഒരാളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യുവാനായിട്ട് മാതാവിന്റെ ഒരു പ്രതിമ വേണമെന്നാണ്. അവൾ തന്നെ പറഞ്ഞ രീതിയിലാണ് ആ പ്രതിമ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതെന്നും അവർ പറയും. എന്നിട്ട് ഏതാണ് ആ പ്രതിമ എന്ന രൂപവും അവർ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആരുടെ പിറന്നാളിന് കൊടുക്കുവാനായിട്ടാണ് ആ ഒരു പ്രതിമ വാങ്ങുന്നത് എന്നായിരുന്നല്ലോ ആ കടക്കാരി പറഞ്ഞതും. ആരുടെ പിറന്നാളാണെന്ന് അന്വേഷിക്കുവാനായിട്ടും അവർ തീരുമാനിച്ചു. എന്നാൽ മെറിന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിലുള്ള ആരുടെയും പിറന്നാൾ അന്നല്ലായിരുന്നു. മാത്രമല്ല സ്ഥിരമായിട്ട് മെറിൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇടുമായിരുന്നു. ആനന്ദിന്റെയും ശ്രീബാലയുടെയും കണ്ടെത്തലിൽ മെറിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ അവർ കണ്ടുപിടിച്ചില്ലായിരുന്നു. അങ്ങനെ ആ ഇൻസ്റ്റഗ്രാമിലുള്ള ആ പെൺകുട്ടിയെ അവർ കാണുവാനായും തീരുമാനിച്ചു. അവളുടെ പേരാണ് ഹെന്ന. എന്നാൽ അതേ ഹെന്നയുടെ വീട്ടിൽ തന്നെ ശങ്കർ അന്വേഷിച്ചെത്തുകയാണ്. ഹന്നയോട് മെറിനെ പറ്റി ശങ്കർ ചോദിക്കുന്ന സമയത്ത് ഹന്ന പൊട്ടിക്കരയും. അത് കണ്ട ഹന്നയുടെ അച്ഛൻ ശങ്കറിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട്, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മകള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവളുടെ സഹോദരൻ വണ്ടി ആക്സിഡന്റിലാണ് മരണപ്പെട്ടതും. അതിനുശേഷം അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 8 മാസം മുമ്പ് ഡിപ്രഷന്റെ ഗുളിക ഓവറായിട്ട് കഴിച്ചതിനാൽ ഹന്ന ഹോസ്പിറ്റലിലായി. മെറിനാണ് അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും. അതിന് മെറിൻ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സഹോദരൻ മരിച്ചതിൽ പിന്നെ ഹന്ന വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൾ ഡിപ്രഷന്റെ ഗുളികയും കഴിക്കുന്നുണ്ടായിരുന്നു. അന്ന് മെറിൻ അവസാനം വിളിച്ചത് ഹന്ന കഴിച്ചിരുന്ന ആ ഒരു ഗുളികയെ പറ്റി അറിയുവാനായിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ഗുളികയുടെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. ഹന്നയുടെ വീട്ടിൽ നിന്നും തിരികെ എത്തിയ ശങ്കർ പറയുന്നത്, നമുക്ക് ഈ ഒരു കേസ് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാം. മെറിൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പല വഴികളും നോക്കി. ഡിപ്രഷന്റെ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാമെന്നും അവൾ ശ്രമിച്ചു. അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് അവൾ പാലത്തിൽ നിന്നും ചാടി മരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാമെന്നും ശങ്കർ തീരുമാനിക്കും. അതേസമയം തന്നെയായിരുന്നു ആനന്ദ് ഹന്നയുടെ അച്ഛനെ വിളിച്ചിട്ട്, മെറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഹന്ന, അപ്പോൾ മെറിനെ പറ്റി കുറച്ച് അറിയണമെന്നും അവൻ പറയുന്ന സമയം തന്നെ ഹന്നയുടെ അച്ഛൻ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. വേറൊരു വഴിയുമില്ലാതെ ആനന്ദ് നേരെ പോയത് മെറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ആളിനടുത്തേക്കായിരുന്നു. അയാളുടെ അടുത്തെത്തിയിട്ട് പറയും, നിങ്ങൾക്ക് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംശയം തോന്നിയോ അതെല്ലാം എന്നോട് തുറന്നു പറയണമെന്ന് പറഞ്ഞു. അയാൾ പറയുന്നത്, ബോഡി 6 മണിക്കൂർ വെള്ളത്തിൽ കിടന്നു. പക്ഷെ അതിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ബോഡിക്കില്ലായിരുന്നു. ബോഡി വീർത്തു വരികയോ അങ്ങനെയൊന്നും ചെയ്തില്ല. മാത്രമല്ല മെറിന്റെ ദേഹത്തും കഴുത്തിലുമൊക്കെ ബലമായി പിടിച്ചതിന്റെ അടയാളങ്ങളുമുണ്ട്. അവളുടെ ഇടത് കാതിലെ കമ്മലും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അയാൾ പറയും. ഐസക് സാർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്നു പറയുവാനായി തീരുമാനിച്ചതെന്നും അയാൾ പറഞ്ഞു. അവിടെ നിന്നും ആനന്ദ് നേരെ വീട്ടിലെത്തി. അത്രയും നാൾ അവൻ കണ്ടെത്തിയതെല്ലാം വീട്ടിലൊരു ബോർഡിൽ എല്ലാം എഴുതി റെഡിയാക്കിയും വെച്ചിരുന്നു. അതേസമയം തന്നെ ആനന്ദിനടുത്തേക്ക് അവന്റെ അമ്മ വരും.
ഇനി ആനന്ദിന് കണ്ടെത്താനുള്ളത് മെറിന്റെ ഫോണാണ്. മെറിന്റെ ഫോൺ ഇപ്പോൾ മിസ്സിംഗ് ആണ്. പക്ഷെ മിസ്സിംഗ് ആയ ഫോണിലെ ഡേറ്റ എല്ലാം പോലീസ് റിക്കവർ ചെയ്തു. എന്നാലും ആ ഒരു ഫോൺ ഇപ്പോൾ മിസ്സിംഗ് ആണല്ലോ. ആനന്ദിനോട് അമ്മ ചോദിക്കും, ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പ് ആയിട്ടും ഒരു ഫോൺ കണ്ടെത്തുവാനാണോ പാട്? ആദ്യം ആ ഫോൺ എങ്ങനെയെങ്കിലും കണ്ടെത്തുവാനായിട്ടും അമ്മ പറയും. അങ്ങനെ ആനന്ദ് നേരെ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ലാലുവിനെ വിളിക്കുകയാണ്. ലാലു കുറച്ച് ടെക്നോളജി പരമായ കാര്യത്തിൽ മിടുക്കനാണ്. ആനന്ദ് ലാലുവിനെ വിളിച്ചിട്ട് 6 മാസം മുമ്പ് മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഫോൺ കണ്ടെത്തണം. പക്ഷെ ഇപ്പോഴും ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതെങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിക്കുന്ന സമയത്ത് ലാലു പറയും, ഈ പെൺകുട്ടി ഗവൺമെന്റിന്റെ ഏതെങ്കിലും വെബ്സൈറ്റിലോ ആപ്പിലോ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത ഡേറ്റും സമയവും വെച്ച് നമുക്ക് ആ മൊബൈൽ കണ്ടെത്താനാകുമെന്നും ലാലു പറയും. അത് കേട്ട ആനന്ദ് പറയും, മെയ് 26 ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിൽ വെച്ച് മെറിൻ റിസൾട്ട് നോക്കുവാനായിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽസ് വെച്ച് ലാലു അന്വേഷിക്കും. എന്നിട്ട് ലാലു പറയും, മെയ് 26-ാം തീയതി ഏകദേശം 2:15 കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി. 5 മാസമായിട്ടും ആ ഒരു ഫോൺ ഓൺ ആയിട്ടേയില്ല. എന്നാൽ 1 മാസം മുമ്പ് നാഗർകോവിലിൽ ഫോൺ ഓൺ ആയിട്ടുണ്ട്. പക്ഷെ അതിൽ പുതിയ സിമ്മിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കറക്റ്റ് ലൊക്കേഷൻ ആനന്ദിന് അയച്ചു കൊടുക്കും. ആനന്ദ് നാഗർകോവിലേക്ക് പോകുവാനായും തീരുമാനിച്ചു. ആ കാര്യം ഐസക് അറിയുകയാണ്. ഐസക് ഉടനെ തന്നെ ശങ്കറിനെ വിളിച്ചിട്ട്, സാർ, മെറിന്റെ ഫോൺ നാഗർകോവിലുണ്ടെന്ന ആനന്ദ് പറയുന്നത്. അവനിപ്പോൾ ആ ഫോൺ കണ്ടെത്തുവാനായിട്ട് നാഗർകോവിലേക്ക് പോവുകയാണ്. അവൻ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നാ എനിക്ക് പേടി. സാർ, അവിടെയുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ വിളിച്ച് സഹായം ചോദിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശങ്കർ പറയുന്നത്, കാണാതായി എന്ന് പറയുന്ന ആ ഒരു ഫോണിന്റെ ഡേറ്റ എല്ലാം പോലീസ് റിക്കവർ ചെയ്തതാണ്. പിന്നെ അവന് നാഗർകോവിലിൽ പോയി അടി വാങ്ങണമെന്നാണെങ്കിൽ അവൻ അടി വാങ്ങട്ടെ. ഇതും പറഞ്ഞ് മേലാൽ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞാണ് ശങ്കർ കോള് കട്ട് ചെയ്തതും. അതെല്ലാം കേട്ട് മറ്റൊരു പോലീസുകാരൻ അവിടെയുണ്ടായിരുന്നു. അയാൾ പറയുന്നത് എന്തെന്നാൽ, ആനന്ദ് ഇങ്ങനെ ആകാനും അവന്റെ അമ്മ മരണപ്പെടാനും നമ്മളുടെ ഡിപ്പാർട്ട്മെന്റും ഒരു കാരണക്കാരാണെന്ന് അയാൾ പറഞ്ഞിട്ട് 15 വർഷം മുമ്പ് നടന്നൊരു സംഭവം പറയുന്നു. 15 വർഷം മുമ്പ് ഒരു ക്രിസ്മസ് രാത്രി ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിരുന്നു. ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കോമാ സ്റ്റേജിൽ കിടക്കുന്ന സമയത്താണ് അവളുടെ കൂട്ടുകാരുടെ ഡെഡ് ബോഡി അടുത്തുള്ളൊരു ചേരിയിൽ നിന്ന് കണ്ടെത്തുന്നത്. 2 പെൺകുട്ടികളുടെയും ആ ഒരു അവസ്ഥയ്ക്ക് കാരണം അവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എന്നാൽ അവരെയെല്ലാം സഹായിച്ചിരുന്നതും നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെയായിരുന്നു. ആ 2 പെൺകുട്ടികൾക്കും നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരി ഇറങ്ങി പുറപ്പെടുകയാണ്. അതാരെന്നാൽ ശ്രീബാല, ആനന്ദിന്റെ അമ്മ. 2 പെൺകുട്ടികൾക്കും എന്താണ് സംഭവിച്ചതെന്നും യഥാർത്ഥ കുറ്റവാളികൾ ആരെന്നും ശ്രീബാല കണ്ടെത്തിയിട്ട് FIRന്റെ കോപ്പി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുവാനായും തീരുമാനിച്ചു. സബ്മിറ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം തന്നെ പ്രതികൾ അയച്ച ഗുണ്ടകളാണെങ്കിൽ ശ്രീബാലയുടെ വീട്ടിലേക്ക് വന്നു. ആനന്ദിന്റെ മുന്നിലിട്ട് ശ്രീബാലയെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ഒരു കാഴ്ച കണ്ണിൽ കണ്ടതോടുകൂടിയാണ് ആനന്ദ് ഈ ഒരു അവസ്ഥയിലേക്കും പോയതെന്നും പോലീസുകാരൻ പറയും. അത് കേട്ടതും ശങ്കറിനുമാകെ സങ്കടമായി. മറ്റൊരു വശത്ത് ആനന്ദ് നാഗർകോവിലേക്ക് പോവുകയാണ്. ആനന്ദിന് കൂട്ടായിട്ട് ഐസക് അയ്യപ്പൻ എന്നൊരു പോലീസുകാരനെയും ഏർപ്പാടാക്കി വിട്ടിട്ടുണ്ട്. ഈ അയ്യപ്പൻ ഇപ്പോൾ സസ്പെൻഷനിലുമാണ്. ലാലുവിന്റെ സഹായത്തോടുകൂടി 2 പേരും നാഗർകോവിലേക്കും എത്തി. നാഗർകോവിലിലെ ഒരു മാർക്കറ്റിലാണ് ലൊക്കേഷൻ കാണിക്കുന്നതും. അവിടെ എത്തിയ ആനന്ദ് നേരെ ലാലുവിനെ വിളിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, നീ നിൽക്കുന്നതിന്റെ 50 മീറ്റർ ചുറ്റളവിന് ആ ഒരു ഫോണുണ്ട്. അത് കേട്ടതും ആനന്ദ് ഉടനെ തന്നെ ആ ഒരു നമ്പറിലേക്ക് കോൾ വിളിക്കും. ഫോൺ റിങ് ചെയ്യുമ്പോൾ ആളിനെ കണ്ടെത്തി ഉടനെ തന്നെ അയാളോട് ചോദിക്കുന്ന സമയത്ത്, അടുത്തുള്ളൊരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയതെന്നും അയാൾ പറയും. ഉടനെ തന്നെ ആനന്ദും അയ്യപ്പനും ആ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ചെന്നു. അയ്യപ്പൻ ആ കടക്കാരനെ ഒരുപാട് വിരട്ടും. ഒടുവിൽ അയാൾ പറയുന്നത്, ആന്റണി സാറാണ് ഞങ്ങൾക്ക് ഈ ഫോൺ തന്നത് എന്നായിരുന്നു. അങ്ങനെ ആന്റണിയെ കണ്ടെത്തുവാനായിട്ടും 2 പേരും തീരുമാനിച്ചു. ആന്റണി അവർ കണ്ടെത്തുകയാണ്. ആന്റണി എന്ത് ചെയ്യുകയാണെന്നാൽ ലോ കോളേജിലേക്കുള്ള അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നതിന് ബ്രോക്കറായിട്ടാണ് നിൽക്കുന്നതും. ആന്റണിക്കടുത്തെത്തിയ ആനന്ദ് എന്റെ സഹോദരിക്ക് LLBക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് സഹോദരിയുടെ ഫോട്ടോയായിട്ട് മെറിന്റെ ഫോട്ടോയാണ് കാണിച്ചതും. മെറിന്റെ ഫോട്ടോ കണ്ടതും ആന്റണിയുടെ സ്വഭാവമേ മാറി. ഞാൻ ആർക്കും അഡ്മിഷൻ ഒന്നും എടുത്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആന്റണി അവിടെ നിന്നും ഓടും. എന്നാൽ ആനന്ദും അയ്യപ്പനും പിന്നാലെ ഓടും. ഒരു ഘട്ടത്തിൽ ആന്റണിയെ പിടികൂടുവാനായി ശ്രമിക്കുന്ന സമയമെല്ലാം അവരെയെല്ലാം അടിച്ചിട്ടിട്ടാണ് ആന്റണി ഓടുന്നതും. എന്നാൽ അതേ സമയം തന്നെ അവർക്ക് മുന്നിലായിട്ട് ശങ്കറും കൂട്ടരും വന്നു നിൽക്കുകയാണ്. ആനന്ദിനെ സഹായിക്കുവാനായിട്ടാണ് ശങ്കർ എത്തിയിരിക്കുന്നതും. മറ്റൊരു പോലീസുകാരൻ ആനന്ദിന്റെ കഥ പറഞ്ഞല്ലോ, ആ കഥ കേട്ട് ശങ്കറിന്റെ മനസ്സലിഞ്ഞു. അങ്ങനെയാണ് ആനന്ദിനെ സഹായിക്കുവാനായും തീരുമാനിച്ചത്. ആന്റണിയെ എല്ലാവരും ചേർന്ന് പിടികൂടി കേരളത്തിലേക്ക് വരികയാണ്. ആനന്ദിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് വരുന്നതും. ആന്റണിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആന്റണി പറയും, ഞാനാണ് മെറിനെ കൊന്നത്. എനിക്ക് അവളോട് ഒൻസൈഡായിട്ട് പ്രണയമായിരുന്നു. അത് അവൾക്കും അറിയാമായിരുന്നു. പക്ഷെ അവൾ അവസാനം എന്നെ ഒഴിവാക്കി. അത് സഹിക്കാനാകാതെയാണ് ഞാൻ അവളെ കൊന്നുകളഞ്ഞതെന്നും ആന്റണി പറയും.
അത് കേട്ട ശങ്കർ ഉടനെ തന്നെ ആനന്ദിനെ വിളിച്ചിട്ട് അയാളാണ് അവളെ കൊന്നതെന്ന് സമ്മതിച്ചു. അയാൾക്ക് വൺ സൈഡായിട്ട് അവളോട് പ്രണയമുണ്ടായിരുന്നു, അതാണ് കാരണം. ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആനന്ദിന് നന്ദിയും പറഞ്ഞാണ് ശങ്കർ കട്ട് ചെയ്യുന്നതും. പക്ഷെ അതേ സമയമെല്ലാം ആനന്ദിന്റെ മനസ്സിൽ സംശയമുണ്ടാകുന്നു. ആനന്ദിന് ആന്റണിയെ പറ്റി നല്ല സംശയമുണ്ട്. എന്തെന്നാൽ മെറിന്റെ ഫാമിലിയിലുള്ളവരോ ഫ്രണ്ട്സോ ആരും ഒന്നും തന്നെ ആന്റണി എന്നൊരാളിനെ പറ്റി ഒരു കാര്യം പോലും പറഞ്ഞിട്ടേയില്ല. സംശയം തോന്നിയ ആനന്ദ് നേരെ പോയത് റോണിയെ കാണുവാനായിട്ടായിരുന്നു. അവിടെ റോണിയുടെ അമ്മ മരിച്ചതിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അതേസമയം തന്നെ ആ വീട്ടിൽ അന്ന് മെറിൻ വാങ്ങിവെച്ച ആ ഒരു മാതാവിന്റെ പ്രതിമയുണ്ടല്ലോ, അതവൻ കാണും. അതിലൂടെ ആനന്ദിനൊരു കാര്യം മനസ്സിലായി. അന്ന് മെറിൻ ആരുടെയോ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ടാണ് മാതാവിന്റെ പ്രതിമ വാങ്ങിയതെന്നല്ലേ ആ കടക്കാരി പറഞ്ഞത്. അപ്പോൾ ഈ റോണിയുടെ വീട്ടിലെ ആർക്കോ ആണെന്ന് അവന് മനസ്സിലായി. ഉടനെ തന്നെ ആനന്ദ് റോണിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ആരുടെ പിറന്നാളായിരുന്നു ചോദിക്കുമ്പോൾ അതെന്റെ അമ്മയുടെ പിറന്നാളായിരുന്നു, പക്ഷേ അന്ന് മെറിൻ വരുമെന്ന് പറഞ്ഞ് വന്നില്ല. റോണി പറയുന്നത് കേട്ട് അത് കള്ളമാണെന്ന് ആനന്ദിന് മനസ്സിലായി. എന്തെന്നാൽ മെറിൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ പ്രതിമ അവിടെ എത്തി? ഉടനെ തന്നെ ആനന്ദ് അവിടെയുണ്ടായിരുന്ന റോണിയുടെ അമ്മയുടെ ഫോണും എടുത്ത് അവിടെ നിന്ന് പോകും. എന്നിട്ട് നേരെ ആ നമ്പറിൽ തന്റെ കൂട്ടുകാരനായ ലാലുവിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നിട്ടുള്ള കോളിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുവാനായും പറഞ്ഞു. അങ്ങനെ ലാലു കോൾ ഡീറ്റെയിൽസ് എടുക്കും. മെറിനെ കാണാതായ ദിവസം ആകെ 5 നമ്പറിലേക്കാണ് ആ ഒരു സിമ്മിൽ നിന്ന് കോള് പോയിട്ടുള്ളത്. 1 റോണി, പിന്നെ 3 അവരുടെ ബന്ധുക്കൾ. ഏറ്റവും അവസാനമായി വിളിച്ചിരിക്കുന്നത് ഹന്നയാണ്. ഹന്ന ആരെന്നാൽ മെറിന്റെ കൂട്ടുകാരി. അത് കേട്ടതും ആനന്ദിന് നല്ല സംശയം. ഉടനെ തന്നെ ഹന്നയുടെ നമ്പർ ലാലുവിൽ നിന്നും വാങ്ങുകയാണ്. ഹന്നയെ കോൾ ചെയ്ത ആനന്ദ് ചോദിക്കും, അവസാനമായിട്ട് മെറിൻ കോൾ ചെയ്തെന്നല്ലേ പറഞ്ഞത്, അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് അവൾ എന്നോട് ചോദിച്ചത് ഒരു മെഡിസിനെ പറ്റിയായിരുന്നു എന്ന് പറഞ്ഞ് ആ മെഡിസിന്റെ ഡീറ്റെയിൽസ് ആനന്ദിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് ആനന്ദിനൊരു കാര്യം ഓർമ്മ വന്നത്. അന്ന് റോണിയെ ഇന്റർവ്യൂ എടുക്കുവാനായിട്ട് ശ്രീബാലയ്ക്കൊപ്പം പോയിരുന്നല്ലോ. അപ്പോൾ ഈ റോണിയുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഈ പറഞ്ഞ അതേ മരുന്നിന്റെ ബോക്സ് കണ്ട കാര്യം അവൻ ഓർക്കും. ഉടനെ തന്നെ കോളം കട്ട് ചെയ്ത് ആനന്ദ് നേരെ പോയത് ശങ്കറിനടുത്തേക്കായിരുന്നു. സാർ, ആന്റണിയെ കോടതിയിൽ ഹാജരാക്കരുത്. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ മറ്റൊരാളാകുമെന്നാണ്. എനിക്കൊരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി എടുത്തു തരണം. എനിക്ക് റോണിയെ നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് റോണിയുടെ അമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അവൻ ആവശ്യപ്പെട്ടതും. ഉടനെ തന്നെ ശങ്കറും കൂട്ടരും റോണിയുടെ വീട്ടിലെത്തി. മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് റോണിയുടെ അമ്മയെ അടക്കം ചെയ്യുവാനായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. അത് തടഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് ഡെഡ് ബോഡിയും കൊണ്ടുപോകും. ആനന്ദും മറ്റു പോലീസുകാരും ചേർന്ന് റോണിയുടെ കാർ പരിശോധിക്കും. കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും ആ മെഡിസിന്റെ ബോക്സ് കണ്ടെത്തുവാനായും പറ്റിയില്ല. ആ ബോക്സ് അവിടെ ഇല്ലായിരുന്നു. കാറിന്റെ ഡിക്കിയും അവർ പരിശോധിക്കും. അതിനുശേഷം റോണിയെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ നിന്റെ അമ്മയും പോയി, നിന്റെ കാമുകിയും പോയി, ഇപ്പോൾ നീ ഒറ്റയ്ക്കായി. നീ എന്തിനാ 2 പേരെയും കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് റോണി കരയും. മെറിനെ കാണാതായ ദിവസം നിന്റെ അമ്മയുടെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കുള്ള ഗിഫ്റ്റുമായി മാതാവിന്റെ പ്രതിമയുമായിട്ടാണ് മെറിൻ നിന്റെ വീട്ടിലേക്ക് വന്നത്. അതിനുള്ള എല്ലാ പ്രൂഫും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാതാവിന്റെ പ്രതിമ അവന് മുന്നിലേക്ക് എടുത്തു വെക്കും. സാർ, എനിക്കറിയില്ല, അവൾ അവിടെ വന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്തായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നവൻ പറയും. നിന്റെ വീട്ടിൽ മെറിൻ വന്നതിനും ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. നിന്റെ അമ്മയുടെ ഫോണിൽ നിന്നുമാണ് അവൾ ഹന്നയെ വിളിച്ചത്, അതും ഒരു 6 മണി സമയത്ത്, ഒരു മെഡിസിനെ പറ്റി തിരക്കുന്നതിനായിട്ട്. മാസങ്ങളായിട്ട് നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന അതേ ഡോസ് കൂടിയ മെഡിസിൻ, അതെന്തിനെന്നറിയാനായിട്ടാണ് അവൾ വിളിച്ചതും. നീ എന്തിനാ നിന്റെ അമ്മയെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ കരഞ്ഞുകൊണ്ട് പറയും, എന്റെ അമ്മ കുറെ മാസങ്ങളായി കിടപ്പിലാണ്. അത് കണ്ടിട്ട് സഹിക്കാനാകാതെയാണ് അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും കൊന്നുകളയാമെന്ന് തീരുമാനിച്ച് ഡോസ് കൂടിയ മെഡിസിൻ കൊടുത്തത്. അത് കേട്ട ആനന്ദ് ചോദിക്കും, അപ്പോൾ മെറിനെ നീ എന്തിനാടാ കൊന്നത്? മെറിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവളെ ഞാൻ കണ്ടതുപോലുമില്ല എന്നവൻ പറയും. മെറിനെ നീ കണ്ടിട്ടേ ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നവർ പറയും. ആനന്ദ് റോണിയുടെ കാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാറിന്റെ ഡിക്കിയിൽ നിന്നും മെറിന്റെ ഒടിഞ്ഞ കമ്മൽ കിട്ടിയിരുന്നു. ആ ഒരു കമ്മലിന്റെ ഭാഗവും റോണിയുടെ മുന്നിലേക്ക് എടുത്തു വെക്കും. ഇനി ഒരു വഴിയുമില്ല, താൻ പിടിക്കപ്പെട്ടു എന്ന് റോണിക്ക് മനസ്സിലായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് റോണി തുറന്നു പറയും. അന്ന് അമ്മയുടെ പിറന്നാളായിരുന്നല്ലോ മെറിനെ കാണാതായ ദിവസം. അന്ന് അമ്മയ്ക്കുള്ള മാതാവിന്റെ ഗിഫ്റ്റുമായിട്ട് അവൾ നേരെ റോണിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ റോണിയുടെ അമ്മ കുളിക്കുകയായിരുന്നു. റോണിയുടെ അമ്മയ്ക്ക് മാതാവിന്റെ പ്രതിമ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുവാനായിട്ടാണ് അവൾ പ്രതിമയുമായി വന്നത്. പ്രതിമ ടേബിളിലേക്ക് വെക്കുന്ന സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ടാബ്ലറ്റുകൾ അവൾ കാണും. അത് കണ്ട് സംശയം തോന്നി അവൾ ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് കൂട്ടുകാരിയായ ഹന്നയെ വിളിക്കുവാനായും തീരുമാനിച്ചു. അപ്പോൾ മെറിന്റെ ഫോണിനും ചാർജ് ഇല്ലായിരുന്നു. ഉടനെ തന്നെ റോണിയുടെ അമ്മയുടെ ഫോൺ എടുത്താണ് ഹന്നയെ വിളിച്ചതും. ആ മെഡിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഹന്ന അവൾക്ക് പറഞ്ഞു കൊടുത്തു. മെഡിസിന്റെ സൈഡ് എഫക്ട് എല്ലാം മനസ്സിലാക്കി ഞെട്ടി നിൽക്കുകയായിരുന്നു മെറിൻ. അതേസമയമായിരുന്നു റോണി വീട്ടിലേക്ക് വന്നതും.
റോണിയെ കണ്ടതും മെറിൻ അവൻ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്തിനാ ഈ ടാബ്ലറ്റ് അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതോ അമ്മയ്ക്കൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നതെന്ന് പറയും. നീ എന്തിനാ ഇത് അമ്മയ്ക്ക് കൊടുക്കുന്നത്? ഇത് കഴിച്ചാൽ ഉറപ്പായും അമ്മയ്ക്ക് കാർഡിയക് അറസ്റ്റ് വരും. അമ്മയ്ക്ക് എത്ര വയസ്സുള്ള ആളാ, നിനക്കത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയും. റോണി മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മെറിന് മനസ്സിലായി. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാൻ ഇവരുടെ വളർത്തുമകനല്ലേ, എല്ലാവരുടെയും കുത്തുവാക്കുകളും എല്ലാം കേട്ട് എനിക്ക് മടുത്തു. ഇവരുടെയൊക്കെ ബന്ധുക്കൾ എന്നെ വെറും അനാഥനായിട്ടാ കാണുന്നത്. ഇവരെന്നെ എടുത്തു വളർത്തിയ ഒരു പയ്യനായിട്ട് മാത്രം കണ്ട് എന്നെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്വത്തെല്ലാം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എനിക്ക് ഒരിക്കലും ഒരു സ്വത്തും കിട്ടൂല. ഇവരുടെ ബന്ധുക്കളെല്ലാം വീതിച്ചെടുക്കും. നമുക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് സുഖമായി ജീവിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മെറിൻ ചോദിക്കും, ഇത് നിന്റെ അമ്മയാടാ, സ്വന്തം അമ്മയോടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അത് കേട്ട റോണി പറയും, സ്വന്തം അമ്മയോ? അവരെന്നെ ദത്തെടുത്ത് വളർത്തിയതാ. അപ്പോൾ അതെങ്ങനെ എന്റെ സ്വന്തം അമ്മയാകും? ഞാൻ അവരെ കൊല്ലും. പക്ഷെ അതിനു മുൻപ് സ്വത്തെല്ലാം എന്റെ പേരിലാക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ ഇതെല്ലാം കണ്ടില്ലാന്ന് നടിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ, ഇല്ല, ഞാനിതെല്ലാവരെയും അറിയിക്കും, ഞാൻ പോലീസിലും അറിയിക്കും, ഞാൻ അമ്മയോടും പറയും എന്ന് പറയുന്ന സമയം തന്നെ റോണി അവളുടെ വായ പൊത്തിപ്പിടിക്കും. അപ്പോൾ കുളിമുറിയിൽ നിന്നും അമ്മ ചോദിക്കും, ആരാ, മെറിൻ വന്നോ? അപ്പോൾ റോണി പറയും, ഇല്ല, അവൾ വന്നില്ല എന്ന് പറഞ്ഞ് വായിൽ ഇറക്കി പൊത്തിപ്പിടിച്ച് അവളെ ഒരു റൂമിന് സൈഡിലേക്ക് കൊണ്ടുവരും. മെറിനെ പിടിച്ച് അടുത്തുള്ള റൂമിലേക്ക് തള്ളി. അവളുടെ തല വന്ന് അടുത്തുണ്ടായിരുന്ന തടിയിലിടിച്ചു. അവളുടെ ബോധവും പോയി. എന്നിട്ട് റോണി പറയും, അവൾക്ക് പെട്ടെന്ന് ആസ്മ വന്നതാണ്. അവൾ മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ മനഃപൂർവ്വം അവളെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. എനിക്ക് ആകെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവളുടെ ഡെഡ് ബോഡി എടുത്ത് പാലത്തിൽ നിന്ന് താഴേക്കിട്ടു. അതാണ് ഞാൻ ചെയ്തതെന്നും റോണി പറയും. അങ്ങനെ റോണി കുറ്റം സമ്മതിച്ചു. ശങ്കർ ആനന്ദിനോട് പറയും, മെറിനെ കൊന്നത് റോണി തന്നെ. അവൻ കുറ്റവും സമ്മതിച്ചു. മാത്രമല്ല, അവനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം നമ്മളുടെ കൈവശമുണ്ടല്ലോ. അത് കേട്ട ആനന്ദ് പറയും, എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഈ ആന്റണി ആരാണ്? റോണിയും ആന്റണിയും തമ്മിൽ എന്താണ് ബന്ധം? ഞാനത് അന്വേഷിച്ചു. റോണിയുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയത്തൊന്നും അവൻ ആന്റണിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുമില്ല. ആന്റണിയും അവനെ വിളിച്ചിട്ടില്ല. റോണിയുടെ ഫോണിൽ നിന്നും ഒരു ഔട്ട് ഗോയിങ് കോളും ആന്റണിയുടെ ഫോണിലേക്ക് ഒരു ഇൻകമിംഗ് കോളും വന്നിട്ടുണ്ട്. രണ്ടും ഒരേ നമ്പറിൽ നിന്നുമാണ്. അത് ചെക്ക് ചെയ്ത സമയത്ത് പോലീസ് റെക്കോർഡ്സിലുള്ള റിക്കവറി ഫോണിൽ നിന്നുമാണ് കോൾ പോയിരിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തി. ഉറപ്പായും അവരെ സഹായിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആരോ ആണെന്നും ശങ്കറിനോട് പറഞ്ഞു. അടുത്ത ദിവസം ശങ്കർ നേരെ എത്തിയത് ആദ്യം ഈ മെറിന്റെ കേസ് അന്വേഷിച്ച് ബെന്നിക്കടുത്തേക്കായിരുന്നു. മെറിന്റെ കൊലപാതകിയെ കണ്ടെത്തി. റോണിയാണ്. റോണിയെ ഞങ്ങൾ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു തെളിവ് കൂടി കിട്ടണം. എന്തെന്നാൽ റോണിയും ആന്റണിയും തമ്മിൽ കണക്ട് ചെയ്തത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആരോ ആണ്. എന്നിട്ട് ശങ്കർ ആ ഫോൺ എടുത്ത് ടേബിളിൽ വെച്ചിട്ട്, ദേ, ഈ ഫോണിൽ നിന്നുമാണ് റോണിക്കും ആന്റണിക്കും മെറിൻ കൊല്ലപ്പെട്ട ദിവസം കോള് പോയിട്ടുള്ളത്. അത് കേൾക്കുന്ന ബെന്നി പറയും, നമ്മുടെ ഈ സ്റ്റേഷനിൽ ഒരുപാട് പേർക്ക് ഫോൺ ആക്സസ് ചെയ്യുവാനായിട്ട് പറ്റും. ആരാണെന്ന് നമുക്ക് കണ്ടെത്താമെന്നും ബെന്നി പറയുന്നു. ഫോൺ ആനന്ദിനെ ഏൽപ്പിച്ച ശങ്കർ ഫോൺ ചെക്ക് ചെയ്യുവാനായി പറഞ്ഞു. അങ്ങനെ ആനന്ദ് ഫോൺ സ്വിച്ച് ഓൺ ആക്കി ഫുൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കോൾ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അതിൽ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ആനന്ദിനൊരു ബുദ്ധി തോന്നും. ഉടനെ തന്നെ ആനന്ദ് ബെന്നിക്കടുത്തെത്തിട്ട്, സാറിന്റെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ആക്കുമോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ബെന്നി ഹോട്ട്സ്പോട്ട് ഓൺ ആക്കും. ബെന്നി ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയതും റിക്കവറി ഫോണിലും നെറ്റ് കണക്ട് ആയി. അതിൽ നിന്നും ബെന്നിയാണ് ഇതിന് പിന്നിലെന്ന് ആനന്ദിന് മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു ഫോണിൽ ഹോട്ട്സ്പോട്ട് മുൻപ് എപ്പോഴെങ്കിലും കണക്ട് ചെയ്താൽ പിന്നീട് അത് ഓൺ ആക്കുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആകും. പുതുതായിട്ടൊരു ഫോൺ ആണെങ്കിൽ മാത്രമേ പാസ്വേഡ് ചോദിക്കത്തുള്ളൂ. അങ്ങനെയാണ് ആനന്ദിന് ആ ഒരു കാര്യം മനസ്സിലായതും. ബെന്നി അത് കാണിക്കുന്ന സമയത്ത് താൻ പിടിക്കപ്പെട്ടു എന്നും ബെന്നിക്ക് മനസ്സിലായി. പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. അന്ന് മെറിൻ മരിച്ച സമയമുണ്ടല്ലോ, അതേ ദിവസം തന്നെയായിരുന്നു മെറിന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായി എത്തിയത്. മെറിന്റെ പാരന്റ്സ് ബെന്നിക്കാണല്ലോ പരാതി കൊടുത്തിട്ട് പോയതും. അതേ സമയം തന്നെ റോണി ബെന്നിയെ വിളിക്കും. ഈ ബെന്നിയും റോണിയും ഒക്കെ ബന്ധുക്കളാണ്. എനിക്കൊരു അബദ്ധം പറ്റി, എത്രയും വേഗം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ബെന്നി റോണിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച ബെന്നിയെ ഞെട്ടിക്കുന്നതായിരുന്നു. മെറിനെ കണ്ടതും, ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞല്ലേ അവളുടെ അച്ഛനും അമ്മയും കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്? നീ എന്താടാ യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞു. എന്നെ അടിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യുവാനാ? അവളെ ഞാൻ അറിയാതെ പിടിച്ച് തള്ളിയതാ എന്നൊക്കെ അവൻ പറയും. നീ ചെയ്യുന്ന കുറ്റത്തിനെല്ലാം കുടുങ്ങുന്നത് ഞാനാ. നിന്റെ അമ്മയെ കൊല്ലാനായിട്ട് മെഡിസിൻ വാങ്ങി നൽകുന്നത് ഞാൻ. അതെന്താ, നിനക്ക് ആ സ്വത്ത് കിട്ടിയാൽ അതിന്നൊരു ഷെയർ എനിക്ക് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ്. നീ ചെയ്യുന്ന തെറ്റിനെല്ലാം തൂങ്ങുന്നത് ഞാനാ. അതിനിടയിൽ ദേ ഇപ്പോൾ ഇതും എന്ന് പറയും.
എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണമെന്നും റോണി പറയുന്നു. അങ്ങനെ ബെന്നി റോണിയെ സഹായിക്കുവാനായി തീരുമാനിച്ചു. ബെന്നി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരുടെ റെക്കോർഡ്സിലുള്ള ആ ഒരു ഫോണുകളുണ്ടല്ലോ അതിൽ നിന്നും ഒന്ന് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അതിൽ സിം ഇട്ടിട്ട് നേരെ തന്റെ കൂട്ടാളിയായ ആന്റണിയെ വിളിക്കും. ആന്റണിക്കാണ് ആ ഒരു കൊട്ടേഷൻ കൊടുത്തതും. ഇനി എന്താവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിലെ വിളിക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് റോണിക്കും ആ നമ്പർ കൊടുത്തു. എന്നിട്ട് മെറിനെ എടുത്തുകൊണ്ട് പോകുവാനായി വരുന്ന സമയം മെറിന് ജീവനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ മെറിനെ ഡിക്കിയിലിട്ട് അവർ നേരെ പോയത് പാലത്തിലേക്കായിരുന്നു. ഡെഡ് ബോഡി നേരെ ആന്റണിയെ ഏൽപ്പിച്ചിട്ടാണ് അവരവിടെ നിന്ന് പോയതും. ആന്റണിയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും. എന്നിട്ട് മെറിന്റെ ഫോൺ ആന്റണിയും ഏൽപ്പിച്ചു. ബെന്നി റോണിയോട് പറയും, നമുക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും തേച്ചു മായ്ക്കാം. നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ലായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ എന്നും പ്രശ്നമായിരുന്നു. നിങ്ങൾക്കിടയിലുള്ള വഴക്ക് കാരണം സങ്കടം സഹിക്കാനാകാതെ അവൾ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. നീയാണ് മെറിന്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വന്ന് അറസ്റ്റ് ചെയ്യും. പക്ഷെ നീ പേടിക്കണ്ട. നീ നല്ലൊരു വക്കീലിനെ കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങണം. എന്നിട്ട് കുറച്ചുനാള് എല്ലാവർക്കും മുന്നിൽ ഒന്ന് ഒതുങ്ങി ജീവിക്കണം. പിന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും മറക്കും. അതുവരെ നീ ഒന്ന് സഹിച്ചാൽ മതി എന്ന് ബെന്നി പറഞ്ഞു. ബെന്നി പറഞ്ഞതനുസരിച്ച് ബെന്നിയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇതുവരെയും എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോയതും. സ്വത്ത് ആഗ്രഹിച്ചാണല്ലോ ബെന്നിയും റോണിയും ഇത്രയും ചെയ്തു കൂട്ടിയതും. അങ്ങനെ യഥാർത്ഥ കുറ്റവാളികളെ ആനന്ദും ടീമും ചേർന്ന് നിയമത്തിനും മീഡിയയ്ക്കും മുന്നിലേക്ക് കൊണ്ടുവന്നു. ആന്റണിയെയും ബെന്നിയും റോണിയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതെല്ലാം കണ്ടുകൊണ്ട് മെറിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ നേരെ ആനന്ദിനടുത്ത് വന്നിട്ട് തന്റെ മകൾക്ക് നീതി വാങ്ങിക്കൊടുത്തതിന് അവനോട് ഒരുപാട് നന്ദി പറയും. അവന്റെ കൈ പിടിച്ചു വെച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് ആനന്ദിനും സന്തോഷവും സങ്കടവും ഒക്കെ വരികയാണ്. തന്റെ മകൻ ചെയ്ത നല്ല പ്രവൃത്തിയിൽ അവൻ വിജയിച്ചു നിൽക്കുന്നത് കാണാൻ ആനന്ദിന്റെ അമ്മയായ ശ്രീബാലയും അവനടുത്തുണ്ടായിരുന്നു. അമ്മ അവനെ ചേർത്ത് നിർത്തും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.